ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ക്രീമി ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 10 കാഷ്യൂവും ബദാമും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് പഞ്ചസാരയായിട്ട് നന്നായി മെൽറ്റായി വന്നാൽ ഇതിലിട്ട് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 200 ml വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല തിക്കാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ഐസ്ക്രീം ബാറ്റർ റെഡിയായി കഴിഞ്ഞു. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തുറന്നു നോക്കാം. അങ്ങനെ നമ്മളുടെ സൂപ്പറായിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.